ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നു, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പച്ച ഏത്തയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി എടുക്കാം. പിലർ ഉണ്ടെങ്കിൽ പിലർ വെച്ചിട്ട് തൊലി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിന് ഇത്ര നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി നമ്മൾ എടുത്തേക്കുന്ന മഞ്ഞൾ വെള്ളത്തിലോട്ട് അരിഞ്ഞിടാം. ഇങ്ങനെ അരിയുക. ഒത്തിരി കനം കൂട്ടി അരിയല്ല. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അരിഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ കറുത്തു പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മഞ്ഞളിട്ട വെള്ളത്തിൽ അരിഞ്ഞിടുന്നത്. ഇതിനും കഴുകിയിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അരിഞ്ഞത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു കടായി വെക്കുക. കടായി നല്ലോണം ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കഴിയുമ്പോൾ എടുത്ത് വെച്ചേക്കുന്ന കാരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കാം. 2 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ നല്ലവണ്ണം മെഴുക്കുവരട്ടി നല്ലോണം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആണ് ഇവിടെ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലേറ്റിലോട്ട് ഇട്ടാണ് നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.